ഈ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇതൊരു ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ തുടക്കം മുതലേ നടക്കുകയാണ്. ഇതൊരു ആത്മഹത്യയാണ്, സിദ്ധാർത്ഥന്റെ കൊലപാതകം ഒരു ആത്മഹത്യ ആയിരുന്നു എന്ന് ഒരു പൊതുബോധം സൃഷ്ടിക്കാനുള്ള ആസൂത്രിതമായ നീക്കം പോലീസിന്റെയും ക്യാമ്പസ് ഡീൻ MK നാരായണന്റെയും നേതൃത്വത്തിൽ തുടക്കം മുതൽ തന്നെ നടന്നിരുന്നു എന്നതിൻ്റെ വിവരങ്ങളാണ് ഓരോ ദിവസം കഴിയുന്നതോറും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ കൃത്യമായ ഇടപെടലുകൾ പാർട്ടിയുടെയും ഉന്നതരായ CPM നേതാക്കന്മാരുടെയും ഈ പറയപ്പെട്ട ക്യാമ്പസ് ഡീനിന്റെയും ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് വൈത്തിരി പോലീസ് സ്റ്റേഷനിൽ 18-ാം തീയതി സംഭവം നടന്ന ദിവസം FIR നമ്പർ 77/2024 അതാണ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തുകൊണ്ടുള്ള പോലീസിന്റെ FIR. ആ FIR-ൽ തന്നെ ഈ കൊലപാതകം അട്ടിമറിക്കുന്നതിനുള്ള തെളിവുകൾ പ്രകടമായിരുന്നു. കാരണം സാധാരണഗതിയിൽ ഒരു ആത്മഹത്യ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള സംഭവം ഉണ്ടായാൽ രേഖപ്പെടുത്തുന്ന രീതിയിലല്ല FIR-ൽ പല വിവരങ്ങളും രേഖപ്പെടുത്തിയിട്ടുള്ളത്. FIR-ൽ പറയുന്നത് ഇപ്രകാരമാണ്: 12:30 മണിക്കും 1:45 മണിക്കും ഇടയിൽ ഏതോ സമയം ടിയാൻ താമസിച്ചു പഠിക്കുന്ന വെറ്റിനറി കോളേജ് ഹോസ്റ്റലിലെ ബാത്റൂമിലെ വെന്റിലേറ്ററിന്റെ കമ്പിയിൽ ഏതോ മാനസിക വിഷമത്താൽ സ്വയം കെട്ടിത്തൂങ്ങിയതിൽ വെച്ച് മരണപ്പെട്ടു. എങ്ങനെയാണ് അങ്ങനെ ഒരു രീതിയിലേക്ക് FIR പോകുന്നത്? സാധാരണഗതിയിൽ ആണെങ്കിൽ അസ്വാഭാവികമായ രീതിയിൽ മരിച്ച നിലയിൽ കണ്ടു എന്നൊക്കെ പറയാം. എന്നാൽ ഇത്ര കൃത്യമായി ഏതോ മാനസിക വിഷമത്താൽ സ്വയം കെട്ടിത്തൂങ്ങിയ നിലയിൽ വെച്ച് മരണപ്പെട്ടു എന്നൊക്കെ പറയാൻ അതിലൊരു സംശയം ആരായാലും അത് വായിക്കുന്ന ഒരാൾക്ക് ഉണ്ടാകും. അതുപോലെ തന്നെ ഈ FIR-നകത്ത് വളരെ കൃത്യമായി ഇതിന്റെ സംഭവ സമയം, അതിന്റെ മറ്റു വിശദാംശങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. FIR-ൽ പറയുന്നതനുസരിച്ച് കുറ്റകൃത്യം, അതായത് സംഭവം നടന്ന സമയം എന്ന് പറയുന്നത് 12:30 മണിക്കും 1:45 ഇടയിലാണ്. ഇനി 1:45 ഈ സംഭവം നടന്ന